കോഴിക്കോട് ഈങ്ങാപ്പുഴ മേഖലയിൽ കയറിയ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ദേശീയപാതയിലും നിരവധി കടകളിലുമാണ് കഴിഞ്ഞ ദിവസം വെള്ളം കയറിയത്. രാഹുൽ കെ വി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ഈ വെള്ളം കയറിയ ആകെ പ്രശ്നമായിരുന്നു ഈ ഈങ്ങാപ്പുഴ മേഖലയിലൊക്കെ തന്നെയും കഴിഞ്ഞ ദിവസം. അപ്പോൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. എന്താണ് ഒരവസ്ഥ അവിടുത്തെ? പൂജ, ഈ മേഖലയിൽ നിന്ന് വെള്ളം പൂർണ്ണമായും തന്നെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം ദേശീയപാതയാണ്. അത് കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് പോകുന്ന ദേശീയപാതയാണ്. ഇവിടെ ഈ സ്ഥലത്ത് ഇന്നലെ എൻ്റെ അരയ്ക്ക് മുകളിലാണ് വെള്ളം ഉണ്ടായിരുന്നത്. സമീപത്തുള്ള കടകളിലെല്ലാം തന്നെ വെള്ളമായിരുന്നു. ബസ്സുകൾക്ക് പോലും പോകാൻ കഴിയാത്ത വിധത്തിലാണ് ഇവിടെ അങ്ങനെ വെള്ളം ഉയർന്നു നിന്നത്. എന്നാലും അത് ഇറങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ ഈ നമുക്ക് മണിക്കൂറുകൾക്ക് ശേഷം കുടയില്ലാതെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നു, പുറത്തുനിന്ന് ഇറങ്ങി എന്നുള്ളത് കൂടിയാണ് സാഹചര്യം. ഇപ്പോൾ കടകളിലേക്കൊക്കെ ഏതായാലും ആളുകൾ എത്തി അത് വൃത്തിയാക്കുന്ന പ്രവൃത്തിയൊക്കെയാണ് നടന്നു വരുന്നത്. കാരണം ഈ ഇരുഭാഗത്തും ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങളാണ്. എല്ലായിടത്തേക്കും തന്നെ വെള്ളം കയറി അത് വൃത്തിയാക്കുന്ന അടക്കം പ്രവൃത്തി രാവിലെ തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം സമീപത്തുള്ള കുറച്ച് വീടുകളിലും വെള്ളം കയറുകയും ചെയ്തിരുന്നു. അവിടെയും ആളുകൾ അതൊക്കെ വൃത്തിയാക്കുന്ന ഒരു പ്രവൃത്തിയിലേക്കാണ് പോയിട്ടുള്ളത്. നമുക്ക് ഇവിടെ ഒരു കടയുടെ അകത്തേക്ക് കയറി ചോദിക്കാം. ഇവിടെ ചെളിയും വെള്ളമൊക്കെ അടിച്ചു നീക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഇന്നലെ കടയുടെ എത്രത്തോളം വെള്ളം ഉണ്ടായിരുന്നു? ഈ ഹെറ്റിൽ ഫുള്ള് വെള്ളം കയറി, അതിന്റെ ഉള്ളിലേക്ക് ഫുള്ള് വെള്ളം കയറിയതാ. മെഷീനും കാര്യമൊക്കെ ബുദ്ധിമുട്ടിയൊക്കെയാണ്. അവിടെയാണ് ഫുള്ള് വെള്ളം കയറിയത്. അങ്ങോട്ട് കടേന്റെ ഫുള്ള് വെള്ളം കയറി, മെഷീനൊക്കെ ഫുള്ള് കയറ്റി വെച്ചേക്കാണ്. ആ സൈഡിൽ ഫുള്ള് മണ്ണിട്ട് പൊന്തിച്ചു. അതിന് ശേഷമാണ് അങ്ങോട്ട് വെള്ളം കയറാൻ. മെഷീനൊക്കെ ഓക്കെയാണോ? വർക്കിംഗ് ആണോ? അല്ല, വർക്കിംഗ് അല്ല, കംപ്ലൈന്റ് ആയി. വെള്ളം കയറിയ കംപ്ലൈന്റ് ആയി. ശരിയാക്കി എടുക്കണം, നന്നാക്കണം. കൊണ്ടുപോകണം, കോഴിക്കോട് കൊണ്ടുപോകണം. എത്ര രൂപ വേണ്ടി വരും? അപ്പൊ രൂപയൊക്കെ എത്രയാണ്? ഒരു 10 രൂപേന്റെ മേലെ എന്താ ചെലവ്? വലിയ മെഷീനാണ്, ചേഞ്ചറാണ്, ടയർ അഴിക്കുന്ന ചേഞ്ചറും കാര്യമൊക്കെ. ഇത്രയും മുകളിലാണ് വെള്ളം ഉണ്ടായിരുന്നത്. എത്ര മേലെ വെള്ളം കയറിയാണ്. കടയിൽ ഈ യന്ത്രം നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് ടയറുമായി ബന്ധപ്പെട്ടുള്ള കടയാണ്. ഇവിടെയുള്ള ഈ യന്ത്രം അത് തകരാറിലായി പോവുകയും ചെയ്തിട്ടുണ്ട്. ശരിയാക്കി എടുക്കണമെങ്കിൽ നല്ല പൈസ തന്നെ വേണ്ടി വരും എന്നാണ് കടയിലെ ആള് പറയുകയും ചെയ്യുന്നത്. ബാക്കി എല്ലായിടത്തും തന്നെ ഈ എല്ലാ കടകളും വൃത്തിയാക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക. ഇവിടെ തന്നെ തൊട്ടടുത്തായി ഈങ്ങാപ്പുഴ ഹെൽത്ത് കെയർ ഉണ്ട്. ഇവിടെയുള്ള ആളുകളെയൊക്കെ സംബന്ധിച്ച് എന്തെങ്കിലും അസുഖമുണ്ടായാൽ പ്രാഥമിക ചികിത്സയ്ക്ക് വേണ്ടി എത്തുന്ന സ്ഥലമെന്നത് ഇവിടുത്തെ ഹെൽത്ത് കെയർ ആണ്. ഹെൽത്ത് കെയറിനകത്തേക്കും വെള്ളം കയറി ഒരുപാട് മരുന്നും കാര്യങ്ങളൊക്കെ നശിച്ചു പോവുകയും ചെയ്തു എന്നതാണ് അവിടെയുള്ള സ്ഥിതി. ഹെൽത്ത് കെയർ നിലവിൽ തുറന്ന് പ്രവർത്തിക്കാൻ ആരംഭിച്ചിട്ടില്ല. എന്താ ഇന്നലത്തെ ആ വെള്ളപ്പൊക്കത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇന്നലെ ഈ കടകളിലൊക്കെ വെള്ളം കയറി, ക്ലിനിക്കിൽ വെള്ളം കയറി, നമ്മളെ കടയിലൊക്കെ കയറി, അങ്ങ് സ്കൈലാർക്ക് ഹോട്ടൽ വരെ കയറി, എല്ലാ കടയിലും വെള്ളം കയറി. ഇന്നലെ ആളുകൾ കട തുറന്നിട്ടില്ല. ഇന്ന് കട തുറക്കാൻ കഴിയൂല, ശുദ്ധീകരിക്കണം, വീണ്ടും വെള്ളം കയറുക. ഇന്നലെ വൈകിട്ട് വീണ്ടും ഒന്നുകൂടി കയറി. രാവിലെ ഒന്ന് വെള്ളം കുറഞ്ഞ് ഒരു 4 മണിയോടുകൂടി വീണ്ടും ഒരു 7 മണിയോടുകൂടി വീണ്ടും വെള്ളം കയറി. അപ്പം നന്നാക്കിയാൽ വീണ്ടും വെള്ളം കയറുള്ള ആശങ്കയിൽ കൂടുതൽ ആളുകൾ നന്നാക്കുന്നില്ല. പള്ളി പോലും ശുദ്ധീകരിക്കുന്നില്ല. താൽക്കാലികമായിട്ട് പള്ളികൾ പോലും ഈങ്ങാപ്പുഴ ടൗണിൽ ഇവിടെ അടുത്ത് 3 പള്ളികൾ വെള്ളം കയറി, വീടുകൾ വെള്ളം കയറി. വീടുകളൊക്കെ നല്ല വീടുകളാണ്. വീടുകളൊക്കെ വെള്ളം കയറി, സാധാരണ കയറാറില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒരു 2-3 മാസം മുമ്പ് വ്യാപാരികളും നാട്ടുകാരും ചേർന്ന് ഒരുപാട് പുഴ ശുദ്ധീകരിച്ചിരുന്നു. ഒരുപാട് 3-4 JCB ഒക്കെ വെച്ചിട്ട്. പക്ഷെ അതിലൊന്നും കാര്യമല്ല. ഇന്നലെ ഇവിടെ നിന്ന് സംസാരിച്ചപ്പോഴേ 2018 പ്രളയത്തിന്റെ അതേ അവസ്ഥ എന്നാണ് പറഞ്ഞത്. അതെ, ഞാൻ കണ്ടു. മുൻ മെമ്പർ സംസാരിക്കുന്നത് ശ്രദ്ധിച്ച ഞാൻ കണ്ട്. 2000 അതേ ഇവിടെ 2 പ്രാവശ്യമായിട്ട് അവിടെ കടയിൽ വെള്ളം കയറുന്നത്. നല്ല, അതായത് ഇവിടെ വെള്ളം കയറിയത് മാത്രമല്ല, ഈ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ വലിയ. ഇന്നലെ ഇന്റർവ്യൂവിന് കോഴിക്കോട് ഇന്റർവ്യൂവിൽ എത്രയോ കുട്ടികൾക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ നേരിട്ട് ഒരു 3-4 കുട്ടികളെ കണ്ട്. 2 കുട്ടികളെ നമ്മൾ വേറൊരു വണ്ടി കൊണ്ടുപോയി. പല കുട്ടികൾക്കും വയനാട് ഇറങ്ങി പോകാൻ കഴിഞ്ഞിട്ടില്ല. യാത്രക്കാരും അത്യാവശ്യമുള്ള ഹോസ്പിറ്റലിൽ പോകുന്ന കേസ്, പ്രയാസപ്പെട്ട കേസുണ്ടല്ല, മരണം പോലുള്ള നിർത്തിവെക്കാൻ പറ്റാത്ത യാത്ര, അവരാ ഏറ്റവും വലിയ പ്രയാസപ്പെടുന്നത്. നിർത്തിവെക്കാൻ പറ്റാത്ത യാത്രകളുണ്ടല്ലോ, അവരെ പ്രയാസം ചെറുതല്ല. ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രയാസം അതാ. അതിനൊരു ബദൽ സംവിധാനം എന്ന രൂപത്തിൽ എന്താപ്പം ചെയ്യാൻ വെച്ചാൽ മറ്റ് തോടുകൾ ഇവിടെ ഇപ്പോൾ ഒന്നാമത് ഇവിടെ ഇപ്പോൾ കുറച്ച് ഹൈറ്റ് കൂട്ടിയിരുന്നു. ഹൈറ്റ് കൂട്ടിയിട്ടുണ്ടെങ്കിലും ഒരു പ്രയോജനം കാണില്ല. ആ ഒരു രൂപത്തിൽക്കാണ് വലിയ. ഈ ഈങ്ങാപ്പുഴ പാലത്തിന് നേരെ അപ്പുറത്തൊരു 10-20 വീടുകൾ കലാകാലങ്ങളിലായിട്ട് വെള്ളം കയറുക. 2ാം നിലയിലടക്കം
ഒരുപാട് പ്രയാസങ്ങൾ, അതായത് പൊതുപ്രവർത്തകന്മാരെ വീട്ടിൽ വെള്ളം കിട്ടുന്നു, അവർക്കും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അങ്ങാടി, ഈങ്ങാപ്പ അങ്ങാടിയിലെ ഏറ്റവും വലിയ പ്രയാസം കച്ചവടക്കാർ, ഈ മസാല അരി കച്ചവടക്കാരൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസപ്പെടുകയാണ്. സാധനങ്ങൾ നശിച്ചു പോവുകയാണ്. നമ്മുടെ ടയറൊക്കെ ചിലപ്പോൾ ഒന്ന് ശുദ്ധീകരിച്ചാൽ ഒന്ന് കുറച്ച് പ്രയാസം ഉണ്ടാവും. ഈ മസാല കച്ചവടം അങ്ങനെയുള്ള ചെറുകിട കച്ചവടക്കാരുണ്ടല്ലോ, അവർക്ക് പറ്റി വലിയ പ്രയാസം നേരിട്ടാണ്. അതിനെന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റിയാൽ ചെയ്തു കൊടുക്കത്ര വർഷം. ഈങ്ങാപ്പുഴ ഈ ടൗണിൽ ഇന്നലെ ആഴ്ച ചന്ത ചേരേണ്ട ദിവസം കൂടിയായിരുന്നു. അതെ, അങ്ങനെയാണ്. അവിടെയുള്ളവർക്കെല്ലാം തന്നെ ഇപ്പോൾ പ്രശ്നമാണ്. നമുക്കറിയാം, ഓരോ ഇടങ്ങളിൽ നിന്ന് പറയുമ്പോഴും അവിടെയുള്ള ജനങ്ങൾ എത്രത്തോളം അവർ ദുരിതം അനുഭവിച്ചിട്ടുണ്ട് എന്നുകൂടിയാണ് നമ്മളടുത്ത് സംസാരിച്ചു പോകുന്നത്.